കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ആറ്റിങ്ങൽ കച്ചേരി നടയിലെ ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന റോഡിൽ 50 മീറ്ററോളം വെള്ളത്തിനടിയിലായി. തറയോട് പാകി വീതി കുറഞ്ഞ റോഡിൻ്റെ പാർശ്വഭാഗത്ത് ഓട നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സമുണ്ട്. ഇതുമൂലം റോഡിൽ നിറയുന്ന മഴവെള്ളം ദേശീയപാതയിലെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലായിരുന്നു നിർമ്മാണം. എന്നാൽ ആലങ്കോട് കൊച്ചുവിളമുക്ക് മുതൽ മാമം വരെയുള്ള ദേശീയപാതയിൽ റീടാറിംഗ് നടന്നതോടെ പ്രധാന റോഡിൻ്റെ ഉയരം കൂടി. ഇതോടെ ഇടറോഡിൽ നിന്നുള്ള വെള്ളം ഓടയിലേക്ക് ഒഴുകിയെത്താതായി. റോഡിലേക്കുള്ള കാൽനടയാത്ര ദുസ്സഹമായതോടെ നഗരസഭാ ചെയർപേഴ്സൺ എം പ്രദീപും വാർഡ് കൗൺസിലർ PS കിരണും ശുചീകരണ തൊഴിലാളികളുമായി വൈകിട്ട് 6 മണിക്ക് സ്ഥലത്തെത്തി വെള്ളക്കെട്ടിന് പരിഹാരം കാണുകയായിരുന്നു. നടപ്പാതയിലെ തറയോട് ഇളക്കി മാറ്റി 3 അടിയോളം ആഴത്തിൽ കുഴിച്ച് ഓടയുടെ പ്രധാന സ്ലാബ് കണ്ടെത്തി. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്ലാബ് തുരന്ന് വെള്ളം ഒഴുക്കിവിട്ടു. താമസമിന പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മാൻഹോളുകൾ സ്ഥാപിച്ച് റോഡിൻ്റെ ഡ്രെയിനേജ് സംവിധാനത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എം പ്രദീപ് അറിയിച്ചു. നാഷണൽ ഹൈവേ പുതിയതായിട്ട് ടാർ ചെയ്ത് ഉയരം കൂട്ടിയപ്പോൾ ആ റോഡിൽ നിന്ന് വരുന്ന പഴയ RMB ലൈനൊന്നും പോസ്റ്റ് ഓഫീസ് റോഡൊന്നും പറയുന്ന റോഡിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകിപ്പോകാൻ വേറെ മാർഗമില്ലാതെ കെട്ടിക്കിടക്കുകയും ആളുകൾക്ക് സഞ്ചരിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാവുകയും ചെയ്തു. വൈകുന്നേരത്തോടെ ഈ വിഷയം മനസ്സിലായതിനെ തുടർന്ന് അടിയന്തരമായി നഗരസഭയിലെ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വെള്ളം തുറന്നു വിടുന്നതിനുള്ള അവസരം ഒരുക്കി. അതുപോലെ ഇനിയിപ്പോൾ അവിടെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണേണ്ടതുണ്ട്. അത് എന്ത് ചെയ്യണമെന്നുള്ളത് സാങ്കേതികമായി വിലയിരുത്തിയതിന് ശേഷമേ ചെയ്യാൻ വേണ്ടി കഴിയും. അത് അടിയന്തരമായി തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ശമനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ദേശീയപാത ഉയരം കൂടിയതാണ് ഈ ബുദ്ധിമുട്ടിന് കാരണമായി മാറിയത്.